പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ പറയുന്ന സമയത്ത് നടക്കുന്ന ആക്ഷൻസിനെയാണ്. ഇറ്റ് മീൻസ് ദ ആക്ഷൻസ് ഗോയിങ് ഓൺ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. ഫോർ എക്സാമ്പിൾ, she is watering the plants. Watering the plants now. She is watering the plants now. അതായത് ഒരാൾ പറയുന്ന സമയത്ത് ഈ ആക്ഷൻ അവൾ ഇപ്പോൾ ചെടികൾക്ക് നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫോമാറ്റ് എന്താണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആർ or am plus ing form. ing form means present participle. ഇതിൽ സബ്ജക്റ്റ് ഷീ ആണ്. ഇതിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹി, ഷീ, ജോൺ, അങ്ങനെ ഒരാളെ സബ്ജക്റ്റ് ഉള്ളെങ്കിൽ ഈസ് ഉപയോഗിക്കുന്നു. ഇഫ് ദ സബ്ജക്റ്റ് ഈസ് പ്ലൂറൽ, മോർ ദാൻ വൺ പേഴ്സൺ, ദേ, വി, യു, അങ്ങനെയുള്ള സബ്ജക്റ്റ് വരുമ്പോൾ ആർ ഉപയോഗിക്കുന്നു. പിന്നെ നിങ്ങൾക്കറിയാം ഐ വരുമ്പോൾ ആം ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾ എന്തെങ്കിലും കാണുന്ന സമയത്ത് ആ നടക്കുന്ന സംഭവം നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഈ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ റൂൾ വെച്ച് പറയാം. ഇപ്പോൾ നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ ബസ്സിന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് പറയുന്നത് സി അവർ ബസ് ഈസ് കമ്മിങ്, അവർ ബസ് ഈസ് കമ്മിങ് നൗ. അപ്പോൾ നമ്മൾ ആ പറയുന്ന സമയത്ത് ബസ് അവിടെ നിന്ന് വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ശേഷം ബസ് വന്ന് അവിടെ നിൽക്കാം, അത് കഴിഞ്ഞ് പോകാം. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്തിനു ഉപയോഗിക്കുന്നത്? ഈസ് യൂസ്ഡ് ഫോർ ദ ആക്ഷൻസ് ഗോയിങ് ഓൺ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്, അറ്റ് ദ മൂമെൻറ്റ് ഓഫ് സ്പീക്കിംഗ്. ഷീ ഈസ് വാട്ടറിങ് ദ പ്ലാന്റ്സ് നൗ. അവളിപ്പോൾ ചെടികൾക്ക് നനയ്ക്കുകയാണ്. ഇനി ഇത് ദേ ആണെങ്കിലോ? ദേ പ്ലൂറലാണ് അല്ലേ? അപ്പോൾ ദേ ആണെങ്കിൽ ദേ ആർ വാട്ടറിങ് ദ പ്ലാന്റ്സ് നൗ. ഐ ആണെങ്കിൽ ഐ ആം വാട്ടറിങ് ദ പ്ലാന്റ്സ് നൗ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സിറ്റുവേഷൻസ് വരുമ്പോൾ ഇത് ഉപയോഗിക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ ബുക്ക് റീഡിങ്, ഇംഗ്ലീഷ് ബുക്ക് റീഡിങ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുക.